ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ ഇന്നെൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സോയാബീൻ കറിയാണ്. നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം ഒരു 1/4 കിലോ സോയാബീൻ എടുത്തിരിക്കണം. അത് നമുക്കൊന്ന് ചീഞ്ചട്ടിയിട്ട് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കാം. അതിനുശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചൂടുവെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല രീതിയിൽ ഒരു അരമണിക്കൂറോളം നമുക്കതൊന്ന് അടച്ച് വയ്ക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടണം. അത് കഴിഞ്ഞ ശേഷം നമുക്കിനി ഒരു ചീഞ്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ബേ ലീഫ്, ഏലക്കായ, പിന്നെ കുറച്ച് പെരിഞ്ജീരകം ഇട്ടിട്ടുണ്ട്. ഞാനൊന്നും മൊരിഞ്ഞ് വന്നതിന് ശേഷം നമ്മളതിലേക്ക് ഒരു 1.5 മുറിയോളം തേങ്ങ ചിരകിയത്, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്തത് അത് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങ ഒന്ന് നല്ല രീതിയിൽ റോസ്റ്റായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ഉള്ളി, അതുപോലെ തന്നെ ഒരു വലിയ ഉള്ളി, ഒരു തക്കാളി അതുകൂടി നമുക്കതിലേക്ക് ഇട്ട് കൊടുത്ത് വതക്കിയെടുക്കാം. നമുക്ക് ഒരു 1.5 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1 ടീസ്പൂണോളം ചിക്കൻ മസാലപ്പൊടി കൂടി ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ സോയാബീൻ നമ്മൾ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം തന്നെ ശരിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ആ കുക്കറിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഉള്ളി, തക്കാളി അരിഞ്ഞതും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 സവാളയും അതുപോലെ തന്നെ 2 തക്കാളി ഇട്ട് കൊടുത്തിരിക്കണം. അതിനാവശ്യമായി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സോയാബീൻ നല്ല രീതിയിൽ കഴുകി മുറിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1 ടീസ്പൂണോളം മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ല രീതിയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ സോയാബീൻ കൂടി ആഡ് ചെയ്ത ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് നമുക്ക് കുക്കറിലും ഒരു 2 വിസിൽ നമുക്ക് വേവിച്ചെടുക്കാം. നമ്മുടെ അരപ്പിന് വേണ്ടി നമ്മൾ വറുത്ത് വെച്ചത് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. മിക്സർ ജാറിലിട്ടിട്ട് നമുക്ക് അരപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ കറി നമുക്ക് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു 10 മിനിറ്റോളം തന്നെ നമ്മൾ കറി നല്ല രീതിയിൽ സോയാബീനിലേക്ക് നമ്മുടെ അരപ്പൊക്കെ പിടിക്കുന്ന രീതിയിൽ നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കാം. നല്ല രീതിയിൽ തള വന്നതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കുറച്ച് കറിവേപ്പില കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കറി ഒന്ന് വറുത്തിടണം. അതിനായിട്ട് ഒരു അരമുറി സവാള എടുത്തിട്ടുണ്ട്. അത് കുറച്ച് എണ്ണയിൽ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കറി ഇങ്ങനെ താളിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ സോയാബീൻ കറി ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യണവരാണെങ്കിലും ഓൾറെഡി ട്രൈ ചെയ്തവരാണെങ്കിലും ഈ രീതിയിലൊന്ന് വെച്ച് നോക്കുക. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീണ്ടും പിന്നൊരു വീഡിയോ ആയിട്ട് തന്നെ വേഗം തന്നെ കാണാം. ബൈ.